സംസ്ഥാനത്തെ 60% പൊതുമരാമത്ത് റോഡുകളും BMBC നിലവാരത്തിൽ നവീകരിച്ചു കഴിഞ്ഞതായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏറനാട് കൊണ്ടോട്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച കന്നുകടവ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരണത്തിനാണ് എന്ന് പൊതുവെ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിച്ചു. പാലങ്ങളുടെ പ്രവൃത്തി ഒരു തരത്തിലും വൈകിക്കൂടാ എന്ന് അതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് പൊതുവെ ഞങ്ങൾ പരിശോധിച്ചു. പാലങ്ങളുടെ പ്രവൃത്തി ചിലതിന് ഫണ്ടായാലും ഭരണാനുമതിയാകുന്നതിന് കുറെ സമയമെടുക്കുന്നു. ഭരണാനുമതിയായതിന് സാങ്കേതിക അനുമതിയാകാൻ സമയമെടുക്കുന്നു. സാങ്കേതിക അനുമതി ലഭ്യമായതിന് ടെൻഡർ സ്റ്റേജിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കുന്നു. ടെൻഡർ സ്റ്റേജിലെത്തിയതിനെ പിന്നെ പ്രവൃത്തി ആരംഭിച്ച് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുന്നതിന് ചില പ്രശ്നങ്ങൾ വരും. ഇവ പരിഹരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേക പദ്ധതി സംവിധാനം പൊതുമരാമത്ത് വകുപ്പ് ആവിഷ്കരിച്ചു. എല്ലാ മാസവും ഞങ്ങൾ കേരളത്തിലെ പാലങ്ങളുടെ പ്രവർത്തികളുടെ തടസ്സങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം എന്നുള്ള നിലയിൽ ഒത്തുചേർന്നുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി. പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള 30,000-ഓളം കിലോമീറ്റർ റോഡുകളിൽ 50% 5 കൊല്ലം കൊണ്ട് BMBC നിലവാരത്തിലേക്ക് ഉയർത്തണമെന്നായിരുന്നു സർക്കാർ ലക്ഷ്യം കണ്ടിരുന്നത്. എന്നാൽ 3 വർഷം കൊണ്ട് തന്നെ 15,000 കിലോമീറ്ററിലധികം റോഡുകൾ ഈ നിലവാരത്തിലേക്ക് ഉയർത്താനായി. ഇപ്പോൾ 60% എത്തി നിൽക്കുന്നു. പാലങ്ങളുടെ കാര്യത്തിൽ 5 വർഷം കൊണ്ട് 100 പാലങ്ങളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 3.25 വർഷം കൊണ്ട് തന്നെ 100 പാലങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മന്ത്രി റിയാസ് പറഞ്ഞു. പൊതുമരാമത്ത് വകുപ്പിന്റെ വികസനങ്ങളിൽ പാലങ്ങൾക്ക് മുൻഗണന നൽകുക എന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചു വരുന്ന നയമാണ്. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ച കിഫ്ബി വഴി നിരവധി പാലങ്ങൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. ചീക്കോട് പഞ്ചായത്തിലെ എളങ്കാവ് നിന്ന് മരീക്കോട് പഞ്ചായത്തിലെ കാരിപ്പറമ്പിലേക്കാണ് കന്നുകടവ് പാലം കടന്നുള്ള റോഡ് ചെന്ന് ചേരുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ TV ഇബ്രാഹിം MLA അധ്യക്ഷനായി. അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു, ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കയിൽ മുംതാസ്, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെരീഫ ടീച്ചർ, അരീക്കോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ, ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP സഹീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിബിൽ ലാൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജശ്രീ സുരേന്ദ്രൻ, രതീഷ് K, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NK ഷൗക്കത്ത് അലി, അബ്ദുള്ള വാവൂർ, ബാലൻ മാസ്റ്റർ, ET വേലായുധൻ, പൊതുമരാമത്ത് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിജോ റിനാസി, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ജിതിൻ TR തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.